എന്തേ? ഞാൻ തെറ്റ് ചെയ്യുക. ഈ നോയമ്പും നേർച്ചയും കാവലമ്മ കൈക്കൊള്ളു. എന്റെ തമ്പുരാനെ, ഈ കാഴ്ചയ്ക്കും വേഴ്ചയ്ക്കും ഇവൾ കാത്തിരുന്നേ. തമ്പുരാട്ടി എങ്ങാനും അറിഞ്ഞാൽ തല കൊയ്തോട്ടെ. വാളുകൊണ്ട് വെട്ടിക്കൊള്ളു, വാക്കുകൊണ്ട് വേണ്ട. എന്ത് വേണ്ടിന്? എന്നറിയോ? ഇല്ല. കടത്തനാട്ടിലെ പച്ചോളിന്ന് കൊച്ചു കുറുപ്പെന്നറിയപ്പെടുന്ന കുറുപ്പെന്നോരുടെ മോൻ അമ്പുവാണ് ഞാൻ. വന്നത് കേട്ടറിഞ്ഞു, കണ്ടുപോകാമെന്ന് കരുതി. എന്നെയോ? തന്നെ. സന്തോഷം. വമ്പത്തി കാറ്റാടുന്ന കളിത്തിണ്ണയിലൊന്ന് ഇരിക്കാൻ പറയാനും തണ്ണീർ കുടിക്ക് വിളിക്കാനും കിളിവാലും വെറ്റില ചുരുട്ടി ഒന്ന് മുറുക്കാൻ തരാനും മടിയുണ്ടോ? അതൊരു മര്യാദയേ ആകൂ. നിങ്ങളിപ്പോ നാദാപുരം കോട്ടയിലാണ്. ഉപചരിക്കേണ്ടത് കോട്ടയ്ക്കുടമയാണ്. വാക്കിന് വാക്ക്, വാളിന് വാള്. ഇത് തന്നെയാണ് എന്റെയും പ്രമാണം. ഈ മുഷിച്ചിൽ ഞാൻ മാറ്റുന്നുണ്ട്. ഇതാ രാമായണം എഴുതിയ പൊൻവിളകൾ. ഈ ഉടല് കണ്ടപ്പോ, ഈ ഉരിയാട്ടം കേട്ടപ്പോ ഇവിടെ വെച്ച് തന്നെ ഞാൻ തന്നു പോവാൻ. മടിക്കേണ്ട, കൈ നീട്ടി തരേണ്ടവൻ തന്നെയാണ് തരുന്നത്. കേൾക്കണം നിങ്ങൾ. കണം കഴിക്കലിന്റെ കാപ്പിടാൻ വേണ്ടി കടത്തനാട്ടിൽ നിങ്ങൾ കോട്ടയോളം എത്തിയത് കുറെ കടുപ്പമായി പോയി. പെണ്ണേ, കഷ്ടം. പൊന്നന്മാർ ഇങ്ങനെയുണ്ടോ? എന്തു പറഞ്ഞു? എന്തേ കൊച്ചു തമ്പുരാട്ടി? ആരാ? എന്റെ പേരതാണ്. ഇവൾ ആരെക്കുറിച്ചാണ് അറിയേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ആർച്ചേ. എങ്കിലും അകത്ത് കടന്നിരിക്കാമല്ലോ. ആ ചിന്നു, അകത്ത് പോയി. ഇരിക്കണം. അമ്പു എന്നല്ലേ പേര്? അതെ, പക്ഷേ എന്നെ പേരെടുത്ത് വിളിച്ച ഒരു പെണ്ണില്ല. പൊറുക്കണം. കോട്ടയിൽ അച്ഛന് വന്ന് ചെത്തിന്ന് കേട്ടു. തണ്ണീർ കുടിക്കു, ഒരുക്കി വരാം. ഉടനെ വേണമെന്നില്ല, അരികിൽ വന്നിരുന്നോളീ, എനിക്ക് വിരോധമില്ല. ദാ വന്നു കഴിഞ്ഞു. ചെക്കൻ ആകെ വഷളാക്കുമെന്ന് കരുതി. ആർച്ചയ്ക്ക് അമ്പുവിന് ഇഷ്ടപ്പെട്ടത് തന്നെ. ഒന്ന് കണ്ടു പോരേണ്ടതിന് ഇപ്പോഴേ കൂടെ പാർക്കാൻ പോവാണ്. നമ്മുടെ അന്തസ് വിടാമോ? അതും ഇത്തിരി പോന്നൊരു പെണ്ണിന്റെ മുമ്പിൽ ഒത്തിരി പോന്ന അവൻ ചെന്നു, കണ്ടു, മിണ്ടി, കഴിഞ്ഞു. ഉടൻ പോരേണ്ടതല്ലേ? പണ്ടത്തെ കാലമാണോ കുറുക്കുന്നവര്? പിന്നെ ഈ സ്നേഹത്തിനും ബന്ധത്തിനും വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നത് എന്തിനെന്ന് ഓർമ്മ വേണം. നാദാപുരം കോട്ട ഇപ്പോഴേ എന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചിരിപ്പാണ്, കടത്തനാട്ടിന്റെ സഹായത്തോടെ. ആരിത്? ലക്ഷ്മി. ഇവൾ ഇവിടെ കടത്തനാട്ടിൽ നിന്ന് കല്ലൊഴിഞ്ഞ് പായിച്ചതാണ്. ഇവൾ ചാരവൃത്തി ചെയ്തു, നാടിനെ ഒറ്റിക്കൊടുക്കാൻ ഒരുമ്പെട്ടു. ഓഹോ, ലക്ഷ്മി കടത്തനാട്ടെ ചാരദാസിയായിരുന്നു അല്ലേ? അവൾ ഇവിടെ വന്നൊരു 4 നാള് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു പന്തിയില്ലായ്മ തോന്നി. അവളിവിടെ വച്ചുകൊണ്ടിരിക്കുന്ന അപകടം കടത്തനാട്ടിന്റെ മാത്രമല്ല, എന്റെ ശത്രുവാണവൾ. ഇപ്പോഴേ നാടുവാഴി അറിയിച്ചാലോ? വരട്ടെ, ഞാൻ പറയാം. കൈ നനയ്ക്കണ്ടേ? ഇനി ഒന്നും വേണ്ട, വായിക്കും വയറിനും ഉള്ളതെല്ലാമായി. ചങ്കിൽ ചേർക്കേണ്ടവളെ ചേർത്തും കഴിഞ്ഞു. ഇനി തോഴിമാരെല്ലാം പോട്ടെ, നമുക്കേറെ പറയാനില്ലേ? ഏറെ പറയാനുള്ളപ്പോൾ
കുറെ പോലും പറയാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ തന്നെ നിന്നോട്ടെ. കണ്ണു നിറയെ ഒന്ന് കണ്ടോട്ടെ കുറുപ്പെന്നോരെ, ഈ തിരുവായ മൊഴികൾ കാൽനിറയെ കേട്ടോട്ടെ കുറുപ്പെന്നോരെ. ഈ കുത്തുവാക്കും കുരങ്ങളിയും ആരോടെന്നറിഞ്ഞാൽ എനിക്കും നിനക്കും നല്ലത്. പട്ടുമ്പത് ചെത്തിയിരിക്കുന്നു പെണ്ണ് കാണാൻ. മര്യാദയില്ലാതെ മുട്ടി വിളിക്കുന്നു പെണ്ണൊരുത്തിയുടെ തളവാതുക്കൽ. നാണമില്ലാതെ കൊഞ്ചുന്നു കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ. നിർത്തി. വായ്പഴ കൊണ്ടല്ലേ വമ്പ്. എല്ലാത്തിനെയും അരിഞ്ഞു കളയും ഞാൻ. വീരൻ, വീരാധിവീരൻ. ഹേയ് പടക്കുറുപ്പേ, പെണ്ണുങ്ങളോടല്ലേ പോർവിളി. പുറത്തേക്കുള്ള വഴി അതാണ്. അതോ പിടാത്തിമാരെ വിളിക്കണോ? കാണണമെന്നില്ല. തലമുടി മാത്രമല്ല ആ കുതിര തിന്നോളൂ. നിന്റെ സ്വഭാവത്തിന് ആ കുതിര നിന്നെ മുഴുവൻ തിന്നണമായിരുന്നു. എങ്ങാനും നിന്നെ കിട്ടണമെങ്കിലേ ഒന്നുകിൽ കുതിര പ്രസവിക്കുന്നവരെ ഞാൻ കാത്തിക്കണം, അതല്ലെങ്കിൽ കുതിര അറിയാതെ അതിന്റെ വയറിൽ നിന്നെ എടുക്കണം. എന്നാലും വേണ്ടില്ലായിരുന്നു. വെളി വരുമ്പോ എന്റെ തലമുടി ഉണ്ടായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. നിന്റെ തലമുടി മുഴുവൻ കുതിരയുടെ വയറ് കീറി ഞാൻ എടുത്തു തരാം. നീ പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഭഗവാനെ, ഇതൊരു വെള്ള കുതിരയായിരുന്നല്ലോ. തമ്പ്രാന്റെ ആറാട്ടിനെ എഴുന്നള്ളിക്കാനുള്ള കുതിരയാ. ഞാൻ ഇനി എന്തോ പറയും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ പറഞ്ഞു നിന്റെ മുടി തിന്നെന്ന്. നിന്റെ മുടി കറുത്തതായിരുന്നു, പക്ഷെ കുതിര ചെമ്പിച്ചു പോയല്ലോ. ഭഗവാനെ, മുടിയിലും മായോ. ഞാൻ ഇനി എന്തോ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നില്ല്. ഞാൻ ഇതിനൊരു വിദ്യ കണ്ടുപിടിക്കാം. നോക്കി നിന്നോ, കുതിരയുടെ നേരം മാറാതെ. എനിക്കൊരു അബദ്ധം പറ്റി. അയ്യോ, നീ അത് എന്നോട് പറയാത്തത് എത്ര മാസം? അതൊന്നും അല്ല. തലമുടി എവിടെ? ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാലും എന്റെ മാളു, കുതിരവാല് പോലെ നീണ്ടു കിടന്ന നിന്റെ തലമുടി കേവലം ഒരു കുതിര തിന്നു കളഞ്ഞല്ലോ. അല്ല, നീറ്റ് വസ്ത്രം തിന്നാലേ കുതിരയുടെ നിറം മാറിയില്ലേ? അച്ഛൻ അറിഞ്ഞിട്ടില്ല. അയ്യോ ചേട്ടാ, വെള്ളക്കുതിരയെ ഉടനെ കൊണ്ടുവരാൻ തമ്പ്രാൻ പറഞ്ഞേച്ചു. ആറാട്ടിനുള്ള വെള്ളക്കുതിരയല്ലേ, ഉടനെ എത്തിച്ചോളാന്ന് പറഞ്ഞേക്കൂ. ഭഗവാനെ, എന്നെ ചതിച്ചോ? വെള്ളനിറം ഏൽക്കുന്നില്ലല്ലോ. എന്റെ അച്ഛനെ എന്നെ കുതിരവൈദ്യം മുഴുവനും പഠിപ്പിച്ചില്ലേ, മുക്കാലേ പഠിപ്പിച്ചേ ഉള്ളൂ. മോനെ ചന്തുണ്ണി, നമ്മളെ തമ്പ്രാന്റെ എടാ ഭ്രാന്ത, നീ എന്താ ഈ ചെയ്യണത്? എന്ത് മാറിപ്പോയെന്നാ നീ പറയണത്? അതെ, അതായത് ഈ കുതിരയെ അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. എന്നാ നിനക്കത് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? ഈ വിഡ്ഢിത്തരം കാണിക്കണോ? ചായം തേച്ചാ കുതിരയുടെ നിറം മാറുമോ? ഇല്ലച്ചാ, വെള്ള ചായ കലക്കി അതിനെ കുടിപ്പിക്കാൻ നോക്കായിരുന്നു. അത് കുടിക്കണ്ടേ നിറം മാറാൻ? അതിന് നീറ്റ് ഭസ്മം നമ്മുടെ കയ്യിലില്ലേ? നീ വന്നോളൂ. ഇത് അടുത്ത് കൊണ്ടുവച്ചോളൂ. അച്ഛാ, ഇത് ഞാൻ കഴിച്ചാലേ വെള്ളക്കുതിരയാവും. കൊണ്ടുവച്ചോളൂ, പറഞ്ഞത് കേട്ടോളൂ.